JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഭാരതീയ ന്യായ സംഹിതയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. സ്പെഷ്യൽ ടോപ്പിക്സും അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സും കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയ റാങ്ക് ഫയലാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം സ്ത്രീധന മരണം എന്ന് കണക്കാക്കാൻ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ സ്ത്രീ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരിക്കുകയും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ക്രൂരതയോ പീഡനമോ അനുഭവിക്കുകയും ചെയ്തിരിക്കണം? ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം സ്ത്രീധന മരണം എന്ന് കണക്കാക്കാൻ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ സ്ത്രീ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരിക്കുകയും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ക്രൂരതയോ പീഡനമോ അനുഭവിക്കുകയും ചെയ്തിരിക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, 7 വർഷം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 80 പ്രകാരം വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരിക്കുകയും മരണത്തിന് തൊട്ടു മുമ്പ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ക്രൂരതയോ പീഡനമോ അനുഭവിച്ചിരുന്നുവെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. ഈ വ്യവസ്ഥ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC സമാനമായ വ്യവസ്ഥ നിലനിർത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഒരു സ്ത്രീയുടെ സ്വകാര്യ പ്രവർത്തികൾ ഒളിഞ്ഞു നോക്കുന്നതിനെ കുറിച്ചുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഒരു സ്ത്രീയുടെ സ്വകാര്യ പ്രവർത്തികൾ ഒളിഞ്ഞു നോക്കുന്നതിനെ കുറിച്ചുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവർത്തികൾ നിരീക്ഷിക്കുന്നതും ചിത്രങ്ങൾ എടുക്കുന്നതും കുറ്റകരമാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 79, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354C സമാനം ഒളിഞ്ഞു നോട്ടം എന്ന കുറ്റത്തെ നിർവചിക്കുന്നു. ഇതില് ഒരു സ്ത്രീ സ്വകാര്യമായ അവസ്ഥയിലായിരിക്കുമ്പോൾ അവരെ നിരീക്ഷിക്കുന്നതും അവരുടെ ചിത്രങ്ങൾ എടുക്കുന്നതും ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഉൾപ്പെടുന്നു. ഇത് സ്ത്രീകളുടെ സ്വകാര്യതയുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഒരു സ്ത്രീയുടെ സ്വകാര്യ പ്രവർത്തികൾ ഒളിഞ്ഞു വെക്കുന്നതിനെ കുറിച്ചുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവർത്തികൾ നിരീക്ഷിക്കുന്നതും ചിത്രങ്ങൾ എടുക്കുന്നതും കുറ്റകരമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 വ്യവസ്ഥകൾ അനുസരിച്ച് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഏത് നിയമമാണ് ബാധകമാവുക? ഭാരതീയ ന്യായ സംഹിത 2023 വ്യവസ്ഥകൾ അനുസരിച്ച് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഏത് നിയമമാണ് ബാധകമാവുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പോക്സോ നിയമം 2012. ഭാരതീയ ന്യായ സംഹിതയില് കുട്ടികൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന നിയമം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അഥവാ പോക്സോ നിയമം 2012 ആണ്. ഭാരതീയ ന്യായ സംഹിത ഈ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ കർശനമായ ശിക്ഷകൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും പോക്സോ നിയമം ഒരു പ്രത്യേക നിയമമായി നിലനിൽക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ആവർത്തിച്ചുള്ള സ്റ്റാക്കിംഗ് കുറ്റത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്?
ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ആവർത്തിച്ചുള്ള സ്റ്റാക്കിംഗ് കുറ്റത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, 3 വർഷം തടവും പിഴയും. ആവർത്തിച്ചുള്ള കുറ്റത്തിന് 3 വർഷം തടവും പിഴയുമാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 78 അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354D സമാനമാണ്. സ്റ്റാക്കിംഗ് കുറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ തവണ സ്റ്റാക്കിംഗ് കുറ്റത്തിന് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. എന്നാൽ രണ്ടാമതും അതേ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. അതുകൊണ്ട് ഇവിടെ ആവർത്തിച്ചുള്ള എന്ന് പറയുമ്പോൾ ആദ്യ തവണയുള്ള കുറ്റം കൂടിയായിരിക്കും എങ്കിലും സാധാരണയായി ചോദ്യം ആവർത്തിച്ചുള്ള കുറ്റത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 3 വർഷം വരെ തടവാണ്. ചില ചോദ്യങ്ങൾ ആദ്യ കുറ്റത്തിൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചാവും ചോദിക്കുക. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ആവർത്തിച്ചുള്ള സ്റ്റാക്കിംഗ് കുറ്റത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? 3 വർഷം തടവും പിഴയുമാണ്. ആവർത്തിച്ചു വരുന്ന കുറ്റങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. അതും കൃത്യമായിട്ട് നോക്കി ആൻസർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് കൂട്ടബലാത്സംഗത്തിന് പ്രായപൂർത്തിയാകാത്ത ഇരയാണെങ്കിൽ എന്ത് ശിക്ഷയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് കൂട്ടബലാത്സംഗത്തിന് പ്രായപൂർത്തിയാകാത്ത ഇരയാണെങ്കിൽ എന്ത് ശിക്ഷയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ജീവപര്യന്തം തടവോ വധശിക്ഷയോ. ജീവപര്യന്തം തടവോ വധശിക്ഷയോ. ഭാരതീയ ന്യായ സംഹിത സ്ത്രീക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ കർശനമായ ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തവരെ, പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂട്ടബലാത്സംഗത്തിന് ജീവപര്യന്തം തടവോ വധശിക്ഷയോ വരെ ലഭിക്കാവുന്ന വ്യവസ്ഥകൾ BNS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം എടുത്തു കാണിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ബലാത്സംഗം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 63 പ്രകാരം, അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 375 മുൻപ് ഉണ്ടായിരുന്നത്, ബലാത്സംഗത്തെ നിർവചിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമായി കണക്കാക്കുന്നു. സമ്മതം എന്നത് നിർബന്ധിതമല്ലാത്തതും സ്വാതന്ത്ര്യവുമായതുമായ തീരുമാനം ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് ഒരു സ്ത്രീയെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലം പ്രയോഗിക്കുകയോ ചെയ്യുന്നത് അവരുടെ മാന്യതയെ അവമാനിക്കുന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക? ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് ഒരു സ്ത്രീയെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലം പ്രയോഗിക്കുകയോ ചെയ്യുന്നത് അവരുടെ മാന്യതയെ അവമാനിക്കുന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 വർഷം വരെ തടവും പിഴയുമാണ്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 73, അതായത് മുൻപ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354, സ്ത്രീകളുടെ മാന്യതയെ അവമാനിക്കുന്ന ഉദ്ദേശത്തോടെയുള്ള ആക്രമണങ്ങളെയും ക്രിമിനൽ ബലപ്രയോഗങ്ങളെയും കുറിച്ച് പറയുന്നു. ഈ കുറ്റത്തിന് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 സാമൂഹിക സേവനം എന്നൊരു പുതിയ ശിക്ഷാരീതി ഏത് തരം കുറ്റകൃത്യങ്ങൾക്കാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത 2023 സാമൂഹിക സേവനം എന്നൊരു പുതിയ ശിക്ഷാരീതി ഏത് തരം കുറ്റകൃത്യങ്ങൾക്കാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ചെറിയ കുറ്റകൃത്യങ്ങൾക്ക്, പെറ്റി ഒഫൻസസ്. ഭാരതീയ ന്യായ സംഹിത ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ആദ്യമായി ശിക്ഷിക്കുന്നവർക്ക്, അതായത് സാമൂഹ്യ സേവനം എന്നൊരു പുതിയ ശിക്ഷാരീതി നിർദ്ദേശിക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹ്യ സേവനം എന്നൊരു പുതിയ ശിക്ഷാരീതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്
ജയിൽ ശിക്ഷ ഒഴിവാക്കി സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ കുറ്റവാളികളെ തിരുത്താൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണ്. സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട ചില ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ഇത് ബാധകമായേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ശിക്ഷകൾ എവിടെയാണ് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ശിക്ഷകൾ എവിടെയാണ് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലേ. ഭാരതീയ ന്യായ സംഹിതയിലും പോക്സോ നിയമത്തിലും. പോക്സോ നിയമം കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളെ പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്ന ഒരു സമഗ്ര നിയമമാണ്. ഭാരതീയ ന്യായ സംഹിത ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയും നിലവിലുള്ള ശിക്ഷകൾ കൂടുതലായി കർശനമായി ചെയ്തിട്ടുണ്ടെങ്കിലും പോക്സോ നിയമം ഒരു പ്രത്യേക നിയമമായി തന്നെ നിലനിൽക്കുകയും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ പ്രധാന വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ഈ 2 നിയമങ്ങൾക്കും ഈ വിഷയത്തിൽ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ ന്യായ സംഹിത 2023 ഏത് വകുപ്പാണ് സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുന്നതും അതിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നത്? ഭാരതീയ ന്യായ സംഹിത 2023 ഏത് വകുപ്പാണ് സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുന്നതും അതിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. സെക്ഷൻ 69 ലൈംഗിക ബന്ധത്തിനായി വഞ്ചിക്കൽ. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 ഒരു പുതിയ വ്യവസ്ഥയാണ്. ഇത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയും ആ വഞ്ചനയുടെ അടിസ്ഥാനത്തിൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ അത് കുറ്റകരമാണെന്ന് നിർവചിക്കുന്നു. ഇത് സ്ത്രീകളുടെ അവകാശങ്ങളെയും അവരുടെ ലൈംഗിക സ്വയംഭരണത്തെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.